ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ പറ്റിയാണ്. എന്താണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്? ഏതൊക്കെ രീതിയിലാണ് അത് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? എങ്ങനെയാണ് ഒരു തെറപ്യൂട്ടിക് റൂമിൽ അതിനെ കൃത്യമായിട്ട് അസസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യേണ്ടത്? ഇതെല്ലാം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഐ എം അർഷിത നവാദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരേ ഇവന്റിനെ തന്നെ രണ്ടാൾക്കാർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾ പറയുന്നത് എൻ്റെ ബോസ് എൻ്റെ മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നെ ഇപ്പം തന്നെ പറഞ്ഞുവിടാൻ പോവായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ വേറൊരാൾ ചിലപ്പോൾ ഇതിനെ കാണുന്ന മറ്റൊരു രീതിയിലായിരിക്കും. ആ ബോസ് റിപ്ലൈ തന്നിട്ടില്ലല്ലോ, ആൾ കുറച്ച് ബിസി ആണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലായിരിക്കും. സോ ബേസിക്കലി എൻ്റെ ഇത്ര നാളത്തെ പ്രാക്ടീസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ല നമ്മളെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആക്കുന്നത്. പക്ഷെ ആ സിറ്റുവേഷനെ പറ്റി നമ്മുടെ മൈൻഡ് നമ്മളോട് തന്നെ പറയുന്ന കുറച്ച് സ്റ്റോറീസ് ആണ്. ബേസിക്കലി ഈ സ്റ്റോറീസിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ സിമ്പിൾ ആൻസറേ ഉള്ളൂ. നമ്മുടെ ബ്രെയിൻ വയേർഡ് ആയിട്ടുള്ളത് നമ്മളെ ഹാപ്പി ആക്കാനല്ല. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അൺസർട്ടനിറ്റി. സോ ഇഫ് ദർ ഈസ് അൺസർട്ടനിറ്റി, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഥകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇതായിരിക്കും ഇവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ ആ ഗ്യാപ്സ് ഫില്ല് ചെയ്യും. പലപ്പോഴും ഈ ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുള്ളിയായിട്ട് ഉണ്ടാക്കുന്ന ഈ സ്റ്റോറീസ് ആണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആയിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നമ്മുടെ മൈൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന സ്റ്റോറി എപ്പോഴും സത്യമാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനോ അതൊരു ഡിസോർഡറോ ഒന്നുമല്ല. ഞാൻ ഉൾപ്പെടെ എല്ലാ തെറപ്പിസ്റ്റിനും ഉണ്ടാവുന്ന, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന ഒരു കോമൺ സിനാരിയോ മാത്രമാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. സോ നമ്മളതിനെ മനസ്സിലാക്കുക, ഞാനായിട്ട് എന്നോട് പറയുന്ന കുറച്ച് സ്റ്റോറീസ് ആണ് എൻ്റെ സഫറിങ്ങിൻ്റെ റീസൺ എന്നുള്ള ആ ഒരു ഇൻസൈറ്റിലേക്ക് നമ്മൾ എത്തുക, ക്ലയൻസിനെ അതിലേക്ക് എത്താൻ സഹായിക്കുക എന്നുള്ളിടത്താണ് ഒരു തെറപ്പിസ്റ്റ് വിജയിക്കുന്നത്. ഇനി നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് യൂഷ്വലി ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള കുറച്ച് ടൈപ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കണ്ടുവരാറുള്ള ഒന്നാണ് മൈൻഡ് റീഡിങ്. അതായത് ക്ലയൻസ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്യും, അയ്യോ ബോസ് റിപ്ലൈ ചെയ്തിട്ടില്ല അപ്പം എന്നെ പറഞ്ഞുവിടാൻ പോവാണ്, അയ്യോ ബോസിൻ്റെ യെസ്സിൻ്റെ ആ ഒരു ടോൺ ശരിയല്ലായിരുന്നു അപ്പം എന്നെ പറഞ്ഞുവിടാൻ പോവാണ്, ഇന്ന് രാവിലെ എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്ത് ചിരിച്ചില്ല അപ്പം അവൻ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡിലുള്ളത് എന്താണ് എന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഇവരായിട്ട് തന്നെ കാര്യങ്ങൾ അസ്യൂം ചെയ്യുന്നിട്ട് അതിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുക, അതിൻ്റെ മേലെ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുക. പക്ഷേ തെറപ്പിയിൽ നമ്മളിരുന്ന് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ബേസിക്കലി ഇതിന് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. ബോസ് നിങ്ങളെ ഫയർ ചെയ്യുന്നു പറയാൻ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നോ, അല്ലെങ്കിൽ പാർട്ട്ണറിന് നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ല എന്ന് പറയാൻ ആളുടെ വേറെ ഏതെങ്കിലും ബിഹേവിയർ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടോ? സോ ഇതുപോലെ നമ്മളായിട്ട് ആ ഒരു എവിഡൻസിനെ വെച്ച് ക്ലയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്, ഞാനിപ്പോൾ ചെയ്തത് എവിഡൻസസ് ഒന്നും ഇല്ലാത്ത, ലോജിക്ക് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്ന ആ ഒരു തോട്ടാണെന്നുള്ളത്. എഗെയിൻ ആദ്യം പറഞ്ഞ പോയിന്റാണ് നമ്മളിവിടെ ഓർക്കണ്ടേ, ബ്രെയിനിന് ഇഷ്ടമല്ല അൺസർട്ടനിറ്റി. എന്തുകൊണ്ടായിരിക്കും പാർട്ട്ണർ ചിരിക്കാത്തത് എന്നുള്ള ക്വസ്റ്റ്യന് ബ്രെയിൻ ഇമ്മീഡിയറ്റ്ലി തരുന്ന ആൻസർ ചിലപ്പോൾ പാർട്ട്ണറിന് നിന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലായിരിക്കും. സോ ഇതുപോലെയുള്ള മൈൻഡ് റീഡിങ് പോലെയുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. മറ്റൊരു ഭയങ്കര കോമൺ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് കാറ്റാസ്ട്രോഫൈസിങ്. കാറ്റാസ്ട്രോഫൈസിങ്ങിൽ വരുന്നത് ക്ലയൻറ്റ് ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലേക്കായിരിക്കും ആദ്യം തന്നെ ചിന്തിച്ചു പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ തലവേദന വന്നാൽ അപ്പോൾ തന്നെ ചിലപ്പോൾ ഇവർ ചിന്തിച്ചു പോകുന്നത് ഈശ്വര ഇത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള രീതിയിലേക്കായിരിക്കും. അല്ലെങ്കിൽ അഗെയിൻ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ഈ പറഞ്ഞതുപോലെ പാർട്ട്ണർ ചിരിച്ചില്ല എന്നുള്ളിടത്ത് എൻ്റെ അടുത്ത് സ്നേഹമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർ നേരെ അപ്പുറത്തേക്ക് പോയിട്ട് ഏറ്റവും ആദ്യം തന്നെ ചിന്തിക്കുന്നത് നാളെ എനിക്ക് ഡിവോഴ്സ് പേപ്പേഴ്സ് വരും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. സോ അഗെയിൻ ഈ കാറ്റാസ്ട്രോഫൈസിങ് ആയിട്ടുള്ള തോട്ട്സിനും ആദ്യം പറഞ്ഞ റീസൺ തന്നെയാണ് കാരണം. നമ്മുടെ ബ്രെയിനിലുള്ള റാഷണൽ പാർട്ട് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ് റിയാക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഇമോഷൻസിനും തോട്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അടുത്തതായിട്ട് നമ്മൾ കോമൺലി കണ്ടുവരുന്ന മറ്റൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് പേഴ്സണലൈസേഷൻ. അതായത് അവരുടെ അറൗണ്ട് എന്ത് മോശം കാര്യം സംഭവിച്ചാലും അതെല്ലാം ഞാൻ കാരണമാണ് എന്നുള്ളൊരു തോട്ടിലേക്ക് അവരെത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഓഫീസിൽ എന്തോ മോശം കാര്യം സംഭവിച്ചു, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പോലും ആയിരിക്കില്ല, അവരായിട്ട് തീരെ ബന്ധമില്ലാത്തൊരു കാര്യമായിരിക്കും. ബട്ട് എഗെയിൻ അവരത് അവരിലേക്ക് തന്നെ ആട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ അന്ന് എന്തോ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്കിത് പ്രിവെൻറ്റ് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ എവറിത്തിങ് ഈസ് അബൌട്ട് മീ എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കും. സോ അങ്ങനെ ഞാൻ പോരാ, ഞാൻ മോശമാണ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ സെൽഫ് ബ്ലെയിം ഭയങ്കരമായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മളോട് തന്നെയുള്ള കമ്പാഷൻ ഭയങ്കരമായിട്ട് കുറയും, നമ്മുടെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസിനെയൊക്കെ ഈ പേഴ്സണലൈസേഷൻ പോലെയുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്യും. മറ്റൊരു കോമൺ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയ്തർ ഞാൻ ഭയങ്കര ഗുഡായിരിക്കണം, എയ്തർ ഐ ഷുഡ് ബി എ പെർഫെക്റ്റ് എംപ്ലോയി, അല്ലെങ്കിൽ ഞാനിവിടെ വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ ഒന്നെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഐ ഷുഡൻറ്റ് ബി ഈവൻ ട്രൈയിങ് എന്നുള്ള രീതിയിലായിരിക്കും ഓൾ ഓർ നത്തിങ് തിങ്കിങ് വരുന്നത്. യൂഷ്വലി ഈ ഫോം ഓഫ് തിങ്കിങ് ആണ് നമ്മളെ പെർഫെക്ഷനിസത്തിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം എനിക്ക് പനി വന്നു, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് വയ്യാണ്ടായി എന്നുള്ളതൊന്നും ഇവർ കൺസിഡർ ചെയ്യില്ല, അവരവരെ പറ്റി തന്നെ അത് കൺസിഡർ ചെയ്യില്ല. പനിയാണെങ്കിലും എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഡ്യൂട്ടീസും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു 100% ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യൻ്റെ അടുത്ത് നിന്ന് എത്ര ഔട്ട്കം ആണോ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് അത് തന്നെ ഈ വയ്യാത്ത സിറ്റുവേഷനിൽ ഞാൻ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങും. എപ്പോൾ ഈ ഓൾ ഓർ നത്തിങ് തോട്ട്സ് ഒക്കെ അവരെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ. സോ ഇത് നമ്മൾ ക്ലയൻസിൽ കൂടുതലായിട്ട് കണ്ടുവരാറുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. അടുത്തൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഇമോഷണൽ റീസണിങ്. അവർ ഭയങ്കരമായിട്ട് അവരുടെ ഇമോഷൻസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓക്കെ ഐ എം ഫീലിംഗ് ദിസ് വേ, സോ ഇത് തന്നെ ആയിരിക്കും സത്യം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ലുക്സിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ കേപ്പബിലിറ്റീസിനെ പറ്റി ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും. ഓക്കെ ഞാൻ എന്നെ തന്നെ കാണുന്നത് ഈ രീതിയിൽ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ എന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത് എന്നുള്ള രീതിയിൽ അവരുടെ ഇമോഷൻസ് അവർ സത്യമാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കും. എഗെയിൻ നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഇമോഷണൽ റീസണിങ്. എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉള്ളൊരു ക്ലയൻറ്റിനെ നമ്മൾ തെറപ്പി റൂമിൽ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഓക്കെ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതൊരു റോങ് ടൈപ്പ് ഓഫ് തിങ്കിങ് അല്ലേ എന്നുള്ള രീതിയിൽ അതിനെ ലേബൽ ചെയ്യാന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് അവരെ ജഡ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളായിട്ട് അവരുടെ തോട്ട്സിനെ ലേബൽ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഭയങ്കര റെസിസ്റ്റൻ്റ് ആവാനും അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഒരു എംപതി ഫീൽ ചെയ്യാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. സോ ക്ലയൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഈ ഒരു ഫോം ഓഫ് പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങളുടെ തോട്ട്സിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ ഈ ഒരു ഫോം ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് റൈറ്റ് ആണെന്ന് പറയാൻ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. അത് അവർ തന്നെ റിഫ്ലക്റ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇവരുടെ ഈ തോട്ട് ശരിയല്ല എന്ന് പറയാൻ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, ഇസ് ദർ എനി എവിഡൻസ് എഗെയിൻസ്റ്റ് ദ തോട്ട് എന്നുള്ളത് ചോദിക്കുക. അല്ലെങ്കിൽ ഇതേ സെയിം സിറ്റുവേഷനിൽ ഇതേ സെയിം തോട്ട്സ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ടിനോട് എന്തായിരിക്കും പറയാൻ പോവുക എന്നുള്ള രീതിയിൽ ചോദിക്കുക. അങ്ങനെ ആ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്താൽ അത് തന്നെയായിരിക്കും അവർക്ക് ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ്. ബിക്കോസ് അവെയർനെസ് ആണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നത്, ഇങ്ങനെ ഒരു പാറ്റേണിലാണ് എൻ്റെ എല്ലാ തോട്ട്സും വരുന്നത് എന്നുള്ള രീതിയിൽ ക്ലയൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ പാറ്റേൺസ് വരുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ടേൺ ഔട്ട് ചെയ്യാനും പറ്റും. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സൈക്കോളജിസ്റ്റായി അല്ലെങ്കിൽ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞു എന്ന് വെച്ച് നമ്മളിതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂൺ ആവുന്നൊന്നുമില്ല. നമുക്കും കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ തോട്ട്സ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ബിട്രേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്, നമ്മളുടെ ഇമോഷണൽ ബൗണ്ടറി, ഇതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മൾ റിലേ ചെയ്യുന്നത് നമ്മുടെ തോട്ട്സിലായിരിക്കും. സോ നമ്മുടെ തോട്ട്സിൽ ഇതുപോലുള്ള എന്തെങ്കിലും പാറ്റേൺസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളും ഒന്ന് പേഴ്സണലി റിഫ്ലക്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾസോ ഇതുപോലെയുള്ള കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു തെറപ്പിസ്റ്റ് ജേർണി കുറച്ചും കൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒപ്പം അക്കാഡമിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.